നമുക്ക് തിരുവനന്തപുരത്തെ വിവരങ്ങളിലേക്ക് പോകാം. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു. ബിനോയിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം, ഉദ്യോഗസ്ഥരുടെ തയ്യാറെടുപ്പുകൾ എല്ലാം ഇന്ന് തന്നെ പൂർത്തിയാകേണ്ടതുണ്ട്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച്, ഒപ്പം സംസ്ഥാനമൊട്ടുക്കുമുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങൾ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നാളെ വോട്ടെടുപ്പിന് സംസ്ഥാനം ക്രമീകരിക്കപ്പെടുന്നത്? നമുക്ക് തിരുവനന്തപുരത്തേക്ക് അല്പസമയത്തിനകം പോകാം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പോളിംഗ് ഉദ്യോഗസ്ഥർ ഒക്കെ തയ്യാറെടുക്കുകയാണ്. നാളെ സംസ്ഥാനം വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ്. വോട്ട് ഉറപ്പിക്കാനും ഒന്നുകൂടി ടെലിഫോണിൽ വിളിച്ചും നേരിൽ കണ്ടുമൊക്കെ വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ നടത്തുക. അതോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും മറ്റും നടക്കും. നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് കേരളം. ബിനോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ബിനോയ്, പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിക്ക് തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് വിവരം. പോളിംഗ് ഉദ്യോഗസ്ഥർ എങ്ങനെ തയ്യാറെടുത്തിരിക്കുന്നു? അവർക്കുള്ള പരിശീലനങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരി സ്കൂളിലാണ്. പോളിംഗ് സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിതരണ കേന്ദ്രമാണ്. ഇവിടെ ഇപ്പോൾ പോളിംഗുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എത്തിത്തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് തന്നെ നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 134 പ്രശ്നബാധിത ബൂത്തുകൾ ആണ് ഇവിടെ ഉള്ളത്. അതായത് 129 എണ്ണം തിരുവനന്തപുരത്തും 5 എണ്ണം ആറ്റിങ്ങലിലുമാണ്. ഈ ബൂത്തുകളിലെ ക്രമീകരണങ്ങൾ, അതായത് പോലീസ് സുരക്ഷ ശക്തമാക്കും. ഒപ്പം ഓരോ വോട്ടുകൾ പോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതെല്ലാം തന്നെ വീഡിയോ റെക്കോർഡിങ്ങിനുള്ള സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 23,269 പോളിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് മൊത്തത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം 66,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരും ഈ പോളിംഗ് സുരക്ഷയുമായി അല്ലെങ്കിൽ വോട്ടെടുപ്പ് ദിവസ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഇതര സംസ്ഥാനത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പോളിംഗ് സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ജോലികൾ എല്ലാ സ്ഥലങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അത് കൃത്യം 8 മണിക്ക് തന്നെ തുടങ്ങുമെന്ന് അറിഞ്ഞിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അവിടെ മലയോര മേഖലകളിലേക്ക് ഉള്ള പോളിംഗ് സാധന സാമഗ്രികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ, ചില സ്ഥലങ്ങളിലൊക്കെ പുഴ കടന്നു പോകേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അത്തരത്തിൽ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ന് സ്ഥാനാർത്ഥികളും ഒപ്പം രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം തന്നെ വോട്ടുറപ്പിക്കൽ, അതായത് ഇനി അടുത്ത 24 മണിക്കൂർ സമയം നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. അത്തരത്തിൽ വോട്ടുറപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ജോലിയിലായിരിക്കും. പ്രത്യേകിച്ചും ചില പ്രത്യേക സംഘടനകൾ അല്ലെങ്കിൽ ചില സാമുദായിക സംഘടനകളെയൊക്കെ കണ്ട് ഒന്നുകൂടി ഒരിക്കൽ കൂടി വോട്ടുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് അവർ കടന്നു പോകും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ തെക്കൻ കേരളത്തിൽ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ആണ് കാണാൻ കഴിഞ്ഞത്. മൊത്തത്തിൽ ആളുകൾ, അല്ലെങ്കിൽ കൊട്ടിക്കലാശ ദിവസങ്ങളിലൊക്കെ തന്നെ പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശം തന്നെ കാണാൻ കഴിഞ്ഞു. എന്നാൽ വലിയ സംഘർഷങ്ങളൊന്നുമില്ലാത്ത, പ്രശ്നങ്ങളില്ലാതെ തന്നെ കൊട്ടിക്കലാശവും സമാപിച്ചു. കൊല്ലം ജില്ലയിൽ 1-2 ഇടങ്ങളിൽ മാത്രമാണ് ചെറിയ തോതിലുള്ള സംഘർഷമുണ്ടായത്. അതുപോലെ തന്നെ മറ്റു ജില്ലകളിലും തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ കൊട്ടിക്കലാശം വലിയ സംഘർഷങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ അവസാനിച്ചു എന്നുള്ളത് പോലീസിനും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ അല്പം ആശ്വാസമേകുന്ന കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ പരമാവധി വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിച്ചുകൊണ്ട് വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും നീക്കം. അത്തരത്തിലേക്ക് ഉള്ള ക്രമീകരണങ്ങളും ഈ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫിജി. ശരി ബിനോയ്, സംസ്ഥാനത്ത് വോട്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെയാണ് വോട്ടെടുപ്പ് ദിനം. ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ മറ്റും വിതരണവും മറ്റു ക്രമീകരണവും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള അവസാനവട്ട നിർദ്ദേശങ്ങളും മറ്റും നൽകുന്ന ദിവസമാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.